രണ്ടുപേര് തങ്ങളിൽ ഫൈറ്റ് മുൻപോട്ട് പോവുകയാണ്. ഷെരീഫും ഷാജിയും തമ്മിലാണ് ഫൈറ്റ് നടക്കുന്നത്. ഷാജിദ ഷെരീഫിൻ്റെ വീട്ടിൽ കയറി എല്ലാവരെയും അടിക്കാൻ കയറുന്നു. ഷെരീഫിനെയും ആ രണ്ട് കുഞ്ഞു മക്കളെയും, ഷെരീഫിൻ്റെ രണ്ട് പെൺമക്കളെയും വെച്ചിട്ട് ഷെരീഫിന് അവിഹിതമാണെന്ന് പറയുന്നു. അവിടെ ആ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് നാട്ടിലുള്ള ആണുങ്ങൾ മൊത്തം കയറുന്നു എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ഭയങ്കര ഇതായി. ഷെരീഫിൻ്റെ ഉമ്മായെ എടീന്ന് വിളിക്കുന്നു, വാപ്പായെ എടാന്ന് വിളിക്കുന്നു, മുഴുത്ത ചീത്ത വിളിക്കുന്നു. എന്നിട്ട് സ്റ്റേഷനിലേക്ക് അവൾ തന്നെയാണ് കുണുകുണാ ഓടണത്. ഷെരീഫ് കമ്പെടുത്തപ്പോൾ കുണുകുണാ ഓടണുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം നോമ്പ് വന്നപ്പോൾ വന്നിരുന്നും കൊണ്ട് പൊരുത്തം ചോദിക്കുന്നു. എന്നിട്ട് അവൾ തലയിൽ വട്ടക്കെട്ട് കെട്ടുന്നു. അപ്പോഴൊക്കെ ആ സമയത്ത് അവൾക്ക് റീച്ച് കുറഞ്ഞത് കൊണ്ടാണ് അവൾ ഈ വേലകൾ മൊത്തം കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ തലയിൽ വട്ടക്കെട്ട് കെട്ടിയിട്ട് ചെന്ന് തലേ ദിവസം ഇരുന്നും കൊണ്ട് ഷെരീഫിൻ്റെ ഉമ്മായോ വാപ്പായോ അവിടെ എവിടെയും കണ്ട ഷോപ്പിലോ അവിടെ എവിടെയും കണ്ട വന്ന സമയത്ത് അവരെ കാലിൽ വീണ് മാപ്പ് പറയണോ, ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ക്ഷമിക്കണം, ഞാൻ വീട്ടിൽ കയറിയതിന് ക്ഷമിക്കണം, എനിക്കും എൻ്റെ മക്കൾക്കും പൊരുത്തം തരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മാരെയും വാപ്പാരെയൊക്കെ കാലിൽ വീഴുന്നു. അപ്പോഴീ ഷെരീഫായ മകനും അങ്ങ് വീഴുന്നു. വേറൊന്നും കൊണ്ടല്ല. പിന്നെ അതിനുശേഷം ഷെരീഫിന് വേറൊന്നും പറയാൻ തോന്നുന്നില്ല. ഒരു ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു സഹോദരി എന്നുള്ള നിലയിൽ എല്ലാം അങ്ങ് ക്ഷമിച്ചു. അവർ മാപ്പും കൊടുത്തു. നോമ്പ് 30 കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് തുടങ്ങി ഡാഷ് ചേർത്തുള്ള വിളി. മൊത്തത്തിൽ ഇവള് വേറൊരുത്തന് വേണ്ടിയിട്ടാണ് ഈ ഷെരീഫിൻ്റെ കൂടെ യുദ്ധം കാണിക്കുന്നത്. അപ്പം നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ തോന്നും, ഇവർ തങ്ങളിൽ ഇനി എന്താണ്, ഇനി ഇത് വെറുതെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ 30 ദിവസം നോമ്പ് 30 ദിവസത്തിനിടയ്ക്ക് വെച്ചിട്ട് മാപ്പ് ചോദിച്ചതിന് ശേഷം ഇവർ ഭയങ്കര സൗഹൃദമാകുന്നു. ഷാജിദ പിന്നെ ഷെരീഫിന് സുഹൃത്തെന്നുള്ള നിലയിലായിരിക്കാം അങ്ങനെയൊക്കെ ചാറ്റ് ചെയ്യുന്നു. ഷെരീഫ് വേറൊന്നും വിചാരിക്കുന്നില്ല, വേറെ മോശമായ ചാറ്റുകളൊന്നും അല്ല. ഷെരീഫെ ഞാൻ എൻ്റെ നമ്പർ തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ചാറ്റുകൾ ഫുള്ള് ഷാജിദ വെളിയിൽ വിടുന്നു. പക്ഷേ ഷാജിദ അങ്ങോട്ട് ചാറ്റുന്നത് അത് കാണാനില്ല. ഷെരീഫ് അതിന് മറുപടി പറയുന്നതാണ് ഫുള്ള് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഷെരീഫ് മറുപടി കൊടുക്കുന്നത് ഫുള്ളും ആ ഷാജിദ പറഞ്ഞതിനാണ് മറുപടി കൊടുക്കുന്നത്. ഷെരീഫെ നീ ഇപ്പം 3 മണിക്കൊക്കെയാണ് ചാറ്റണം, നീ ഇപ്പം എവിടെയാണ്? അപ്പം ഞാൻ ഇപ്പം കുളിക്കാൻ കയറുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് ഷാജിദ പറയുന്ന ഭാര്യയെ ഉറക്കി കിടത്തിയിട്ട് അവളവിടെ ചാറ്റണമെന്ന്. എടി നീ അല്ലേ അങ്ങോട്ട് ചാറ്റിയത്, നീ പിന്നെ അവളുടെ നമ്പർ ചോദിക്കുന്നു, അപ്പോഴും നിനക്ക് നമ്പർ ഇട്ട് തരുന്നു. ഇതെല്ലാം ചെയ്യണത് നീയാണ് അങ്ങോട്ട് വലിഞ്ഞ് കയറി ചെല്ലുന്നത്. നിൻ്റെ ഇതിൽ വീഡിയോ ചെയ്യണം എങ്കിലേ എനിക്ക് വീടിനായിട്ട് ആളുകളെടുത്ത് തെണ്ടാനുള്ളതാണ്, അപ്പോഴും നീ വീഡിയോ ചെയ്യണം ഷെരീഫെ, നീ ചെയ്താൽ നിനക്ക് നല്ല വ്യൂ ഉണ്ട്, നീ ആ വീഡിയോ ചെയ്യണം എൻ്റെ ഇത് പറഞ്ഞിട്ട്. പാവ ഷാജിദാക്ക് 5 മക്കളെയും കുട്ടികളെയും കൊണ്ട് ജീവിക്കാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നീ വീഡിയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരും അതിലങ്ങ് വീഴും. അപ്പോഴും പൈസ എനിക്ക് കിട്ടും, ഒരുപാട് കിട്ടും. അങ്ങനെ നീ കുറേ റീച്ച് ഉണ്ടാക്കിയില്ലേ, അങ്ങനെ ഷെരീഫിനെ പറ്റിച്ചു. ഇപ്പോൾ വന്നിരുന്നും കൊണ്ട് ഷെരീഫ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടു. ഷാജിദാരെ മക്കളെ എന്തോ എവിടെ കയറി എന്തോ കുഞ്ഞു സാധനങ്ങളെ അങ്ങോട്ടേക്ക് മോഷ്ടിച്ചെന്നും പറഞ്ഞുകൊണ്ടൊക്കെ വീഡിയോയിൽ വന്നിരുന്ന് ഷെരീഫ് പറയുന്നുണ്ട്. വൈരാഗ്യം നീയല്ലേ, അതിന് ശേഷം നീയല്ലേ തുടങ്ങിയത്. മറ്റേ ആ കഞ്ചാവിൻ്റെ അടുത്ത് പോയിട്ട് അവന് മെസ്സേജ് ഇട്ടത് കൊണ്ടല്ലേ, അവനെന്തോ കമൻ്റ് ഇട്ടതുകൊണ്ട് അവർ തങ്ങളിലുള്ള ഫൈറ്റിൽ പിന്നെ നിങ്ങൾ തമ്മിലായി, ഷെരീഫ് നീയും തമ്മിലായി ആ ഫൈറ്റ് മുറുകി വന്നത്. അതുകൊണ്ടല്ലേ. അപ്പോഴിതെല്ലാം കാട്ടിക്കൂട്ടുന്നത് നീ തന്നെ. പിന്നെ നിനക്ക് ഗുളികയും കൂടെ തീർന്നപ്പം മൊത്തത്തിലൊരു ഇളക്കമായി. ഇതിപ്പോൾ ശരിയാണോ, ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റ് ശരിയാണോ എന്നൊന്നും അറിയാൻ വയ്യ. വീണ്ടും വന്നിരുന്നു ഷാജിദ മുഴുത്ത ചീത്ത വിളിക്കുന്നുണ്ട് ഷെരീഫിനെ. ഷാജിദാരെ മക്കൾ എവിടെ കയറി മോഷ്ടിച്ചെന്നും പറഞ്ഞുകൊണ്ട് അതങ്ങനെ പറഞ്ഞ് നീ അങ്ങനെ പറഞ്ഞില്ലേടാ, നീ ഇങ്ങനെ പറഞ്ഞില്ലേടാ എന്നും പറഞ്ഞുകൊണ്ട് ഇതാ വിളിക്കണ വീഡിയോ. ഹലോ ഹായ് അസ്സലാമലൈക്കും, എന്താണ് വിശേഷം? അത് പറയാത്ത കാര്യമില്ല. ഹലോ ഹായ് അസ്സലാമലൈക്കും, എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ. ഏതാണ്ട് ഇപ്പം പിന്നെ ഇങ്ങനെ ഒരു കെട്ടുണ്ട്, ഇങ്ങനെ കൂട്ടി ഇറുക്കി ഒരു കെട്ടുണ്ട്. പണ്ടത്തെ ആ കെട്ട് അതിൽ നിന്നാണ് തുടങ്ങിയത്. പിന്നെ ആളിൻ്റെ സ്വഭാവം അങ്ങ് മാറി. പിന്നെ ആ കെട്ടൊക്കെ അങ്ങോട്ട് അഴിച്ച് കളഞ്ഞു. പിന്നെ ഒന്നുമില്ല. പിന്നെ ഇതൊക്കെ പറഞ്ഞ് മാഷാ അല്ലാ അൽഹംദുലില്ലാ ഒക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ ആളുകളെ കയ്യിലെടുക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ഇവക്ക് നല്ല റീച്ചായി.
അപ്പം ഫുള്ള് ഷെരീഫിനെ വെച്ചിട്ടാണ് പുള്ളിക്കാരി കണ്ടന്റ് ഉണ്ടാക്കണം. അപ്പം നമുക്ക് കേൾക്കാം. സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്ക് മക്കൾക്ക് സുഖമാണ്. അൽഹംദുലില്ലാ, എനിക്ക് മക്കൾക്ക് സുഖമാണ്. ഉടായ്പ് രാജാത്തികളാ പറച്ചിലാണ്. ഇതൊക്കെ ഉടായ്പിൻ്റെ ആശാട്ടികൾ. വട്ടക്കെട്ടും കെട്ടി അങ്ങനെ ഇരിപ്പുണ്ട് തലയിൽ. അപ്പൊ ഇന്ന് നമ്മളെ സുഖമാണോ മുത്തുമണിയെ? സുഖമാണ് സാജിദ സാജി, സുഖമാണ്. പറ സുഖമല്ലടാ മൈര? സുഖമല്ലടാ മൈര? നാളെ ഡാഷിട്ട് പറഞ്ഞത് ഇന്ന് ഫുള്ള് പൂരിപ്പിച്ചു കേട്ടാ. എൻ്റെ രമേ സുഖമാണ്. എടാ നായിൻ്റെ മോനെ, നീ എന്നെ കുറെ അവിഹിതം ഉണ്ടാക്കി, അത് നടന്നില്ല. ഇല്ല, ഞാൻ ചോദിക്കട്ടെ, ഷെരീഫ് നായ്ക്കുണ്ടായതാണ്? നായ്ക്കുണ്ടായതായിട്ടാണ് എവള് പോയി അവരെ കാലിൽ, ആ പാവം വാപ്പരെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞത്? അപ്പം ഷെരീഫിൻ്റെ വാപ്പ നായ, അപ്പം ആ നായ്ക്കുണ്ടായതാണ്. എടി, നീ ആർക്കടി ഉണ്ടായത്? അപ്പം നിന്റെ വാപ്പ എങ്ങനെയുള്ളതായിരുന്നു? പിന്നെ എന്നെ തൊട്ട് കളിച്ചാൽ ഞാൻ സഹിക്കും, എൻ്റെ മക്കളെ തൊട്ട് കളിച്ചാൽ ഷാജി വീണ്ടും നിന്റെ വീട് കയറി നിന്റെ കണ്ടടിച്ച് മൂളിക്കാനുള്ള കഴിവ് ഇന്ന് എനിക്കുണ്ട്. കേറടി, ഷെരീഫിൻ്റെ വീട്ടിൽ കയറി വീട് അടിച്ചു പൊളിച്ച്. അപ്പോൾ അവരെ വീട്ടുകാരെ എല്ലാവരെയും അടിച്ചു പൊളിക്കാനായിട്ട് തൻ്റെ ഇടത്തോട് കൂടി ഇരിക്കുകയാണ് ഷാജി. ഷെരീഫ് ഒന്ന് സൂക്ഷിച്ചോളണം. ഷാജിദാരെ മക്കളെ പറഞ്ഞില്ലേ, എവിടെയോ കയറി എന്തോ മോഷ്ടിച്ചതായിട്ടൊക്കെ പറഞ്ഞല്ലോ. അപ്പം അതിനാണ് പുള്ളിക്കാരി വന്നിരിക്കുന്ന റിയാക്ട് ചെയ്തുകൊണ്ട്. എന്തായാലും നീ എൻ്റെ മക്കളെ തൊട്ട് കളിച്ച സ്ഥിതിക്ക് നിനക്ക് അടുത്ത പണി വരുന്നത് നീ കാത്തിരുന്നോ. കാത്തിരുന്നോ ഷെരീഫ്? പിന്നെ നീ പറഞ്ഞല്ലോടാ, ഷാജില്ലേ മക്കളെ വളർത്തി വെച്ചിരിക്കുന്ന ഒരാളുടെ മുതലും, പിന്നെ നീ പറഞ്ഞ ഈ താത്താനെയും ഈ പറഞ്ഞ വീടും എല്ലാം നീ കൊണ്ട് തെളിവ് അടക്കം കൊണ്ടുപോവാ. പിന്നെ ഷാജി വിളിച്ചാൽ പോലും ആരുടെയും വീട് കയറാത്ത ഒരാളാണ് ഞാൻ. വിളിച്ചാൽ പോലും വീട് കയറാത്ത ആളാണ് ഷെരീഫിൻ്റെ വീട്ടിൽ ഇടിച്ചു കയറിയത്. അപ്പം അന്ന് എന്തിട്ടായിരിക്കില്ല വട്ട് പിടിച്ചണക്ക് ഓടിക്കേറിപ്പോയത്. എന്നിട്ട് ആ ഷെരീഫിൻ്റെ നാട്ടിലുള്ള അവരെയൊക്കെ വീടുകളിലൊക്കെ ചെന്ന് അവരെയൊക്കെ ചീത്ത വിളിച്ചല്ലോ. അയലുമൊക്കത്തൊക്കെ വീട് മാറി കയറി അവരെയൊക്കെ ചീത്ത വിളിച്ചല്ലോ. ആ സ്ത്രീകളെല്ലാം വിളിച്ചു. ഈ എവളെ ഉടായിപ്പായിരുന്നു അന്ന് ഷെരീഫ് കേസ് കൊടുത്ത് അത് പിൻവലിക്കാനായിട്ടുള്ള ഉടായിപ്പ്. പിന്നെ അത് അവളെ ഒരു തന്ത്രമായിരുന്നു. തന്ത്രപൂർവം ഇവള് കാലിൽ വീണു മാപ്പ് പറഞ്ഞു. ഉടായിപ്പ് ഷാജി. ഞാൻ ആരുടെയും വീട്ടിൽ കയറലില്ല, എൻ്റെ മക്കൾ തീരും പോവലില്ല. എൻ്റെ മക്കള് എൻ്റെ നാട്ടില് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ അവിടെ ഇരുന്ന് അവിടെ 4 നേരം കളിക്കാന്നാലും മക്കള് പുറത്തു പോവില്ല, വേറെ ഒരാളുടെ വീട്ടിൽ കയറില്ല. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 1 വർഷമായി എൻ്റെ മക്കൾ ഒരാളുടെ. അത് സത്യമായിരിക്കും, മക്കൾ ചിലപ്പോൾ വീട്ടിൽ കയറി കാണൂല. പിന്നെ ഷാജിദ പോണിടത്തൊക്കെ ഇതിനെയൊക്കെ കൊണ്ട് പോണതാണ്. അത് സിമ്പതിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വലിച്ചെടുത്തോണ്ട് കുട്ടികളെ നടക്കണതാണ്. അല്ലാതെ മക്കൾ ചിലപ്പം അങ്ങനെ കയറൂലായിരിക്കും. ഇനിയുള്ള കാര്യം അറിയാൻ വയ്യ, പറയേ. വീട്ടിൽ കയറിയില്ല. പിന്നെ ചിരിച്ചു വീട്ടിൽ കയറി സാധനങ്ങൾ കട്ടു എന്ന് പറഞ്ഞ നിന്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റ് എൻ്റെ മക്കളെ കുറിച്ച് നീ അനാവശ്യം മോശം, എൻ്റെ മക്കളെ കള്ളന്മാരാക്കിയിട്ടുള്ളതില്ലേ, അത് നിന്റെ മക്കളുടെ തൊഴിലായിരിക്കും. അല്ലെങ്കിൽ നിന്റെ തള്ള പണ്ട് നിന്നെ പഠിപ്പിച്ച തൊഴിലായിരിക്കും. ഷാജിക്ക് ആ തൊഴിലും ഇല്ല, ഷാജിൻ്റെ മക്കൾക്ക് ആ തൊഴിലും ഇല്ല. മൈര പിന്നെ ഞാൻ തെറി വിളിക്കൂടാ. തെറി വിളിക്കുന്നത് അതൊരു സുഖമാണ്. അത് സുഖമാണ്. നീ വിളിച്ചോ, മുത്തുമണി സ്വർണ്ണമണി വിളിച്ചോ, കണ്ണുമണി വിളിച്ചോളി. തെറി വിളിക്കണം, തെറി വിളിക്കുകയും വേണം, ഷെരീഫിൻ്റെ വീട്ടിൽ കയറുകയും വേണം. ഷെരീഫ് നീ വെല്ലുവിളിക്കോ? ഷെരീഫ് ചിലപ്പോൾ മിക്കവാറും വെല്ലുവിളിക്കും. നീ കയറടി. നിന്നെ തെറി വിളിക്കുമ്പോഴല്ലേ ഭയങ്കര സുഖമാണ്. കാരണം എന്താണെന്നറിയോ, നിന്നെ പോലുള്ളവന്മാർക്ക് കേൾക്കണം. പിന്നെ നീ തെറി വിളിക്കില്ല. നീ പിന്നെ ഫാത്തിന അന്ന് അല്ല, ഫാത്തീനെ പറയുമ്പോ ഇത്ര തെണ്ണ എന്താണ്? ഇനി ഫാത്തിയിൽ നിന്ന് കുറെ അടിച്ചു മാറ്റണം. നമ്മക്കറിയാം അടിച്ചു മാറ്റിയത്, ഇഷ്ടം പോലെ അടിച്ചു മാറ്റി ഓരോരുത്തരെ കെട്ടിക്കോളാന്ന് പറഞ്ഞുകൊണ്ട് അവന്മാരെ കയ്യിൽ നിന്ന്, ഏവൻ്റെ കയ്യിൽ നിന്ന് 5 പവൻ്റെ 10 പവൻ്റെ അടിയല്ലി കണക്കത്തെ മാലയൊക്കെ ഉണ്ടാ. തിരിച്ചു കൊടുത്തത് പോലുമില്ല. വേടിച്ചിട്ട് അവനെ കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞ് ഗൾഫിൽ കിടന്നാണ് വീഡിയോ കോൾ ചെയ്യണം. പിന്നെ ഏതോ ഒരു കുഞ്ഞു ചെറുക്കനെ, ഒരു കൊച്ചു പയ്യന്, ശറഫലിയ, ഏതോ അലിയ, പിന്നെ അലിയാർ കുഞ്ഞ ആരൊക്കെയോ ആണ്, ഏതൊക്കെയോ അലിയാർ കുഞ്ഞൊക്കെയാണ്. അവരെയൊക്കെ വിളിച്ച് പറ്റിച്ചില്ലേ? പറ്റിക്കണമല്ല, അവരെ കൂടെയൊക്കെ ഇവര് ടൂറൊക്കെ പോയിരുന്ന് കല്യാണം നിശ്ചയിച്ച് വെച്ചിരുന്ന പയ്യനാണ്. നീ അവളെ കെട്ടണ്ട, ഞാൻ എന്നെ കെട്ടിക്കൊള്ളണം എന്ന് പറഞ്ഞും കൊണ്ട് അവൻ്റെ കൂടെ പോയി. അവനെന്ന് പറഞ്ഞില്ലേ, അത് തെറിയല്ലേടാ മൈര?
പിന്നെ എന്നെ വേശി വെടി എന്നൊക്കെ പറയുന്നത് നിന്റെ നാട്ടിൽ നല്ല പേരാണോ? എൻ്റെ മക്കളെ നീ തെളിവടക്കം കൊണ്ടുവരണേ, ഇല്ലെങ്കിൽ ഷെരീഫ് ഉള്ളിൽ പോകേണ്ട കേസാണ്. കാരണം ഞാനിത് എന്തായാലും ഇത് വിടാൻ തീരുമാനിച്ചില്ല. എൻ്റെ മക്കളെ കള്ളനാക്കിയ സ്ഥിതിക്ക് ഞാൻ വിടാൻ തീരുമാനിച്ചില്ല. നീ വിടണ്ട, നീ വിടരുത്, നീ പിടിച്ചു വെച്ചോളണം. മക്കളെ കള്ളനാക്കിയതിന്റെ പേരിൽ നീ പിടിച്ചു വെച്ചോളണം. വിടരുത്, ഷെരീഫിനെ വിടരുതാ പറയാം. ഇതുവരെ നീ എന്നെ തൊട്ട് കളിച്ചു, ഇപ്പൊ എൻ്റെ മക്കളെ തൊട്ട് കളിക്കാൻ തുടങ്ങി. മക്കളെ തൊട്ട് കളിച്ച ഷെരീഫെ നീ കളി പഠിക്കും. ഓക്കെ, നീ പണ്ട് പറഞ്ഞ പോലെ അല്ല. പിന്നെ നിന്റെ തള്ളൻ്റെ അടുത്തും നിന്റെ കെട്ടികളുടെ അടുത്തും ഞാൻ മാപ്പ് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത്തിരി നേരത്തെ ഷെരീഫിന്റെ ഉമ്മായ തള്ളച്ചീന്ന് വിളിക്കാനായിട്ട് ഇതിലിരുന്നും കൊണ്ട് തള്ളയെന്നു ആ തള്ളേരെടുത്ത് നീയായിട്ട് ആ പൊരുത്തപ്പെടിക്കലിനെ ഇല്ലാണ്ടാക്കിയതാരാ? നീ പറഞ്ഞല്ലോ നിന്റെ തള്ള പറഞ്ഞ ഞാൻ. നിന്റെ പൊരുത്തപ്പെടലും പിന്നെ പറയണ്ട, സിമ്പതി അല്ലാതെയുള്ള പൊരുത്തം ചോദിക്കലല്ലായിരുന്നു. ഷെരീഫിന് ഇത്ര ബുദ്ധി ഇല്ലാതെ പോയ അത് ഷെരീഫ് ഒത്തു കളിച്ചതാണ്. ഇപ്പം ബാക്കിയുള്ളവരാണ് മണ്ടന്മാരെന്ന് തോന്നിയത്. ഇതിനിടയിൽ വെച്ചിട്ട് അവള് വന്ന് മാപ്പ് പറഞ്ഞെന്നും പറഞ്ഞും കൊണ്ട് ഇവള് നമ്പർ ഇട്ട് കൊടുത്ത്, ഇവള് ഉടായ്പ് ഷായിദാണ്. അപ്പം ഇവള് നമ്പർ ഇട്ട് കൊടുത്ത്, ഷെരീഫെ നമുക്ക് ചാറ്റ് ചെയ്യാം, നമുക്ക് കുറച്ച് സൊള്ളാം, കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ രണ്ടുപേരും കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ വേറൊന്നും കൊണ്ടല്ല, ഇവക്ക് വീടിന് വേണ്ടി വീഡിയോ ചെയ്യാനായിട്ട് ഷെരീഫിൻ്റെ അടുത്ത് പറയുന്നത്. ഇവളെ കാട്ടി റീച്ചാണ് ഷെരീഫിന്. അപ്പം ഷെരീഫിനെ വെച്ചിട്ട് ഇവള് മുതലെടുത്ത്. ഇവക്ക് ഈ ഇടക്കാലത്ത് കണ്ടൻറ്റേ ഇല്ലായിരുന്നു. അപ്പോഴി ചെന്ന് തോരൻ വയ്ക്കണതും അവിയലിനരിയണതും എടുത്തിട്ടപ്പം 1K ഉള്ളായിരുന്നു. ഇപ്പം ഷെരീഫിനെ വെച്ചിട്ട് ഇവള് കളിക്കണം. ഇവള് 10 ചീത്ത വിളിക്കോ, ഷെരീഫിൻ്റെ ഫോട്ടോ വെച്ചിട്ടോ എല്ലാം ഈ തമ്മിൽ കൊടുക്കണ ഷെരീഫിൻ്റെ മക്കളെയും ഭാര്യരെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് ആവുമ്പോൾ ആളുകൾ കയറി അങ്ങ് ഇടിച്ച് കയറുമെന്ന് കാണാനായിട്ട്. ഇപ്പം എന്താ ഷെരീഫിനെ വെച്ചിട്ട് ഇവള് പച്ചയിറച്ചി തന്നെയാണ്. ഇവള് കണ്ടന്റ് ഉണ്ടാക്കി ഇവള് വരുമാനം ഉണ്ടാക്കണം പറയും. ഞാൻ ഇനി അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യില്ല പറഞ്ഞ നീ ക്രിമി അടിച്ചിട്ട് ഞാൻ വേറൊരാളുടെ അക്കൗണ്ടിൽ പോയി കമന്റ് ഇട്ടപ്പോൾ ക്രിമി അടിച്ച് കയറി വന്നല്ലോ. എന്തിന്? നിന്നെ പോലെയുള്ള അവൻ്റെ ഇതിലല്ലേ നീ പോയി കമന്റ് ഇട്ടത്? കഞ്ചാവ് കേസിൻ്റെ അതിൽ പോയി കമൻ്റ് ഇട്ട്. അത് അവർ തങ്ങളിലുള്ള ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ, നീയും ഷെരീഫും തമ്മിൽ സൗഹൃദമാകുന്നു. അതിൻ്റെ ഷെരീഫിൻ്റെ കൂടെ സൗഹൃദം നടിച്ചിട്ട്, സൗഹൃദം എന്ന് പറഞ്ഞാൽ സഹോദര സ്നേഹം പോലെ എന്നിട്ട് പോയി മറ്റേ ആ കഞ്ചാവിൻ്റെ അടുത്ത് പോയി അവൻ്റെ കമൻ്റ് ഇടുന്നു. അതിന് മുമ്പേ നിങ്ങൾ തമ്മിൽ ഇതാണല്ലോ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും പറയുകയും അങ്ങനെയൊക്കെ ചെയ്യും. അവൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ച് പോയി കിടക്കുകയല്ലേ, അവന് ഭാര്യയെ വേണ്ടെന്നും പറഞ്ഞു. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം കണ്ടെത്തണം നീ. പിന്നെ പോയി അതിൽ കമൻ്റ് ഇട്ടപ്പം അതിന് മറുപടി തന്നു. അവൻ പറഞ്ഞൊക്കെ 100% സത്യമെന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് എനിക്ക് കമന്റ് ബോക്സിൽ എന്ത് വേണമെങ്കിലും ഇടാം. അത് എൻ്റെ റൈറ്റ്സ്. ഈ ദുനിയാവിൽ എല്ലാവർക്കും അവരുടേതായ ഇതുണ്ട്. പിന്നെ എൻ്റെ മക്കള് എവിടെയാണ് കയറിയത്, എവിടെയാണ് കട്ടത് എന്ന് നീ തെളിയിക്കണം. തെളിയിച്ചില്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ തെളിയിപ്പിക്കും. നീ ആരാണ്? നീ തെളിയിപ്പിക്കുക ആരാണ്? നീ ഗുണ്ടിയാണെന്ന് തോന്നണം ഇപ്പം. ഗുണ്ടി തെളിയിക്കും. ഓക്കെ, ഇതില്ലേ നീ ഇപ്പൊ പറഞ്ഞ സംഭവം എൻ്റെ കുട്ടികളുടെ പേർക്ക് ഒരു കംപ്ലൈന്റ് വരട്ടെ വേണ്ടിട്ട് ഞാൻ കാത്തിരിക്കുന്നു. കാരണം ഇവിടെ സ്റ്റേഷനിൽ കേസൊക്കെ കൊടുത്തപ്പോഴും നീ അവിടെ നിന്ന് മുങ്ങിയതാണ് മെല്ലെ. പക്ഷേ മക്കളുടെ പേരിൽ അപവാദം പറഞ്ഞുണ്ടാക്കിയാൽ മക്കൾക്ക് കേസ് ഉണ്ടടാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാജിദ സാജി, നിന്റെ മക്കള് ഇപ്പൊ ഷെരീഫ് പറഞ്ഞ് മക്കൾ കയറി അവിടെ നിന്ന് ഏതോ വീട്ടിൽ നിന്ന് എന്തോ എടുത്തെന്ന് പറഞ്ഞു. അതും ചെറിയ സാധനങ്ങൾ എടുത്തതായിട്ട് പറഞ്ഞു. നീ അങ്ങനെയല്ലല്ലോ ഷെരീഫിൻ്റെ വീട്ടിനകത്ത് കയറിയിട്ട് നീ ആ കുട്ടി ജനലിൻ്റെ ഇടയിൽ കൂടെ ഷെരീഫിൻ്റെ മകള് 2 പെൺകുട്ടികളും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നിന്റെ റൗഡിത്തരം. അപ്പോഴ് ആ കുട്ടിയെ വെച്ചിട്ട് നീ കൈയും ചൂണ്ടി പറഞ്ഞ വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. എടാ മറ്റേ മോനെ, എടാ നീ ഇതിനെ 2 എണ്ണത്തിന് വെച്ചിട്ടല്ലേടാ നീ പണം ഉണ്ടാക്കണേന്ന്. അപ്പോഴും മറ്റുള്ളവരും ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതിനകത്ത് കയറുന്ന, അത് കുഞ്ഞു കുട്ടികളല്ലേടി, അത് വലിയ കേസാണ്. ഇത് വലിയ ആനക്കാര്യമൊന്നും പറഞ്ഞാണ് ഇരിക്കണത്. കോടതി ഉണ്ടടാ, ചൈൽഡ് ലൈൻ എന്ന് പറയും. ചൈൽഡ് ലൈൻ
അതിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്താൽ എൻ്റെ മക്കളെ കള്ളന്മാരാക്കി ഈ സമൂഹത്തിൽ ചിത്രീകരിച്ചു. അങ്ങനെ ഷെരീഫ് കേസ് കൊടുത്തപ്പോഴാണല്ലോ നിനക്ക് സുഖമില്ലാതായതും നീ ഗുളിക കഴിക്കാൻ പോകണമെന്നും പറഞ്ഞ് നീ മഞ്ഞക്കാർഡ് ഒപ്പിക്കാൻ പോയതും നിനക്ക് വെപ്രാളം എടുത്തതും നീ ആകെ കിടന്ന് അഭിനയിച്ചല്ലോ. നിനക്ക് ഒട്ടും വയ്യാന്നുള്ള അഭിനയമായല്ലോ നീ. അങ്ങനെയൊക്കെ പിന്നെ എങ്ങനെയൊക്കെ അതിൽ നിന്ന് പിന്തിരിയിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ ഈ സാധനം പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് ഷെരീഫിൻ്റെ മൂട് താങ്ങികൾ വന്ന് അവളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുമെന്നും പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് ഷെരീഫിൻ്റെ വീഡിയോയിൽ കമൻറ്റ് ഇടുമെന്നും നിൻ്റെ സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ടാണ് ഈ ആളുകൾ പോയി കമൻറ്റ് ഇടുന്നത്. പുള്ളിക്കാരിയുടെ ഗുളിക തീർന്നു, അതാണ് കാര്യം. അപ്പോൾ പുള്ളിക്കാരി അതാ ഹോസ്പിറ്റലിൽ പോവേണു. ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എല്ലാത്തിലും പറയും ഹലോ ഹായ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടാണ് ഓരോ കാര്യങ്ങൾ തുടങ്ങണത്. 10 ചീത്ത വിളിക്കണതും ഇത് പറഞ്ഞിട്ടാണ്. സുഖല്ലേ? അൽഹംദുലില്ലാഹ്. അപ്പോൾ ഞാനിന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോകുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോവാണ്. മനസ്സിലായി. അതുകൊണ്ടാണ് ഇത്രയും കാണിച്ചു കൂട്ടണേന്ന് മനസ്സിലായി. പോയി ഗുളിക കഴിച്ചിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അടങ്ങിയിരി. ഒറ്റയ്ക്കുള്ളൂ കേട്ടോ. ചാച്ചുവിന് വയ്യ, എനിക്ക് ബസ്സിലിരിക്കാൻ വയ്യാണ്. അപ്പം ഞാൻ മാത്രം പോവാണ്. സിമ്പതി പിടിച്ചു വെച്ചു. ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ. അൽഹംദുലില്ലാ. ഷാജി പോയിട്ട് വാ. എൻ്റെ പൊന്നുമോൾ ഒറ്റയ്ക്കേ ഉള്ള. കുഴപ്പമില്ല, നമ്മളെല്ലാവരും കമൻ്റ് ഇടണവർ നോക്കിക്കോളാം. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നീ പോയിട്ട് വാ. പിന്നെ 7:30 ബസ്. അപ്പോഴേക്കും അവിടെ എത്തത്. അപ്പം അപ്പോഴേക്കുള്ളൂ. വേറെ എന്തെല്ലാം ചായ കുടിച്ചെല്ലാവരും. ഞാൻ ചായ കുടിച്ചിട്ടില്ല, വളരെ നിന്നു. എന്താണെന്നറിയില്ല, ഭയങ്കര തലവേദന. ചായ കുടിക്കുമോ നീ? വേറെന്തൊക്കെയല്ലേ കഴിക്കണം? നല്ല സാധനങ്ങൾ. ആളുകൾ അത് കണക്കിനല്ലേ നിനക്ക് അയച്ച് തരണത്. അതുകൊണ്ട് നീ ചായയൊന്നും അല്ല കുടിക്കുന്നത്, അതിലും കൂടിയ സാധനങ്ങളൊക്കെയാണ് മേടിച്ച് കഴിക്കുന്നത്. പറയാം. അയ്യോ ഭയങ്കര തലവേദന. ഞാൻ പോയിട്ട് വരാം. ഓക്കെ. തലവേദന എടുക്കും. അമ്മാതിരി ചീത്തേന്ന് വിളിക്കണത് ഇരുന്നും കൊണ്ട്. ഇങ്ങനെ പോണ പോക്കിലെ ആളുകളെ സിമ്പതി പിടിച്ചു പറ്റി പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ നല്ലതുപോലെ പറയും. പിന്നെ ഇരുന്നും കൊണ്ട് രാമായണം വായിക്കും. ഇപ്പോൾ മുഖത്ത് ആവശ്യമില്ലാത്ത ക്രീമുകൾ ഭാര്യ ഉപയോഗിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ ഷാജി വൈറ്റനിങ് ക്രീം എന്നും പറഞ്ഞും കൊണ്ടൊരു ക്രീം ഇറക്കിയിട്ടുണ്ട്. ഷാജിൻ്റെ ഒരു വൈറ്റനിങ് ക്രീമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്രീം ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഷാജിത അളിച്ചു വാരി പൊത്തണ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഒരു ബോട്ടിൽ എത്ര രൂപ? 1000 എത്ര രൂപയാണ്. അപ്പോൾ അത് മൊത്തത്തിൽ ഷാജിത അളിച്ചു വാരി പൂശി വെച്ചും കൊണ്ടൊക്കെ ഒരിക്കൽ വീഡിയോയൊക്കെ ഇട്ടായിരുന്നു. നിങ്ങളെല്ലാവരും ഇത് വാങ്ങിക്കണം. അങ്ങനെ കുറേ പേര് പെട്ടെന്ന് ഓർഡർ ചെയ്യണം. പൊതുവേ ക്രീം ഉപയോഗിക്കുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന അസ്വസ്ഥതകളെപ്പറ്റി, അതായത് അസുഖത്തെ പറ്റിയാണ് പറയുന്നത്. അതൊന്ന് കണ്ടോ. ഈ ക്രീമുകൾ തേച്ച് അവസാനം കുറേ അപകടങ്ങൾ സംഭവിച്ചു. ഞാൻ ഈ പറയുന്ന സാങ്കല്പിക കഥയൊന്നുമല്ല. 2021-22 സമയത്ത് കാലിക്കറ്റിലും നോർത്തേൺ കേരളയിലും ഒരുപാട് കേസസ് ഈ പെട്ടെന്ന് നല്ല ഒരു 20 വയസ്സ് 25 വയസ്സ് പ്രായമുള്ളവർ, ചിലർക്ക് 15 വയസ്സായ കുട്ടികൾ വരെ പെട്ടെന്ന് അങ്ങ് കിഡ്നി ഡാമേജ് വരുന്നു. ചേട്ടാ ഇതെന്താ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. ഒരു കുഴപ്പമില്ലാതിരുന്നവർക്ക് കാലിൽ നീര് വരുന്നു, മൂത്രത്തിൽ പ്രോട്ടീൻ ലീക്ക് വരുന്നു. നിങ്ങളൊക്കെ ഇങ്ങനത്തെ ക്രീമുകളൊക്കെ മേടിച്ച് ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. പെട്ടെന്ന് ക്രീം അയച്ച് നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ അത് അയച്ച് തരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ക്രീമുകളൊക്കെ വാങ്ങിച്ച് തേക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. പക്ഷെ നമ്മളെ മുഖമൊക്കെ നല്ലതുപോലെ വെളുക്കും കേട്ടോ. മുഖം വെളുത്താൽ മാത്രം പോരല്ലോ, നമ്മളെ ഉള്ളിനകത്തുള്ള ഓരോരോ അവയവങ്ങൾ അടിച്ചു പോവും. കിഡ്നി ഡാമേജ് വരുന്നു. അപ്പം നമ്മൾ യൂഷ്വലി ഇത്രയും സിവിയർ പ്രോബ്ലം പെട്ടെന്ന് കാരണം അറിയാതെ വന്ന കിഡ്നി ബയോപ്സി എന്ന് പറഞ്ഞാൽ കിഡ്നിന്ന് ഒരു ദശ എടുത്ത് പരിശോധിക്കും. അത് നോക്കിയപ്പം കിഡ്നിയുടെ അരിപ്പയിൽ മെംബ്രേനസ് നെഫ്രോപ്പതി എന്ന് പറഞ്ഞൊരു വലിയ രോഗം. ഇതെങ്ങനെ വരുന്നു? അതും അടുപ്പിച്ച് കുറേ കേസസ്. പിന്നെ പോയി ഇവരോട് ചോദിച്ചപ്പോഴാണ് ഇവരിൽ പലരും ഫേസ് ക്രീം എടുക്കുന്നുണ്ടായിരുന്നു മുഖം വെളുക്കാൻ. അത് കൂടുതലും ഗൾഫിൽ നിന്ന് വന്ന നമ്മുടെ ഈ സാധാരണ നമ്മൾ നല്ല റെപ്യൂട്ടഡ് കമ്പനീസ് ഒന്നും ഇത്ര പ്രശ്നം വരാറില്ല. ഇത് കുറേ ഗൾഫിൽ നിന്ന് എന്തോ ഇമ്പോർട്ടഡ് ആയിരുന്നു. ഞാൻ എൻ്റെ ബ്രാൻഡിലോട്ടൊന്നും പോകുന്നില്ല. പക്ഷേ ഈ ക്രീം എല്ലാം കൂടെ തേച്ച് അതും 4-5 മാസമായിട്ട് എടുക്കുന്നുണ്ട്. ആള് നല്ല വെളുത്ത് വന്നു. പക്ഷേ ഈ ഫേസ് ക്രീമിൽ മെർക്കുറി കണ്ടന്റ് ഒരുപാടുണ്ടായിരുന്നു. ഈ നമ്മൾ തന്നെ നോക്കിയാൽ മെർക്കുറി ഒരുപാട് സ്കിന്നിൽ തേച്ചാൽ വെളുത്ത് വരും. അപ്പൊ ഈ ക്രീമിന്റെ ഉടമകൾ എന്ത് ചെയ്തു? ഒരുപാട് നമ്മൾ അനുവദിച്ചിരിക്കുന്ന ക്രീമിലെ മെർക്കുറി കണ്ടന്റ് വളരെ 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 കുറവാണ്. പക്ഷെ ഇതിൽ നിറയെ അതായത് 7000 ഫോൾഡ് അധികം മെർക്കുറി കണ്ടന്റ് ഈ ഫേസ് ക്രീമുകളിൽ ഉണ്ടായിരുന്നു.
ഇത് തേച്ചു, ഇത് സ്കിന്നിൽ കൂടെ ബ്ലഡിൽ അബ്സോർബ് ചെയ്തു, കിഡ്നിയിൽ പോയി, കിഡ്നിക്ക് ഡാമേജും ഡയാലിസിസിലും എത്തി. അപ്പോൾ വെളുക്കുന്നതും അതൊക്കെ നല്ല, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ശരിയാ, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്യൂട്ടി പ്രോഡക്ട്സിന്റെ ആ കണ്ടന്റും അത് സേഫ് ആണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എടുക്കുക. ഇല്ലെങ്കിൽ വെളുക്കാൻ തേച്ചത് പാണ്ടാവും. പാണ്ട് മാത്രമല്ല ഡയാലിസിസിലും ആകും. കേട്ടല്ലോ, ഇങ്ങനെയുള്ള ഷാജിദ കൊണ്ട് നടക്കുന്ന ക്രീമുകളെ പോലെയുള്ള ക്രീമുകളുടെ കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഷാജിദാര ക്രീം ഒരുപാട് വിറ്റുപോയി, ആളുകൾ വെളുത്തു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നവരുണ്ട്. അപ്പം നിങ്ങളെ അകത്തുള്ള അവയവങ്ങൾ ഓരോന്ന് അടിച്ച് പോകും, അവസാനം മുഖം വെളുക്കും, നല്ലതുപോലെ വെളുക്കും, പിന്നെ വെളുക്കാൻ തേച്ചത് പാണ്ടാവും. അതുപോലെ ഷാജിദ ഈ പറഞ്ഞ കാര്യങ്ങൾ ഷെരീബിനെ ഇരുന്ന് ചീത്ത വിളിക്കുന്നുണ്ട്, ഷെരീബിൻ്റെ പച്ചയിറച്ചി തിന്നുന്നുണ്ട്, ഷെരീബിൻ്റെ കുടുംബത്തെ വിറ്റ് തിന്നുന്നുണ്ട്. ഷാജിദയാണ് ഷെരീഫിനെ വെച്ചിട്ട് ഇപ്പം കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഷാജിദാക്ക് റീച്ച് കുറഞ്ഞതുകൊണ്ട് ഷാജിദ ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുന്നു. പിന്നെ അതുപോലെ മുമ്പ് ഷാജിദാരെ കുടുംബക്കാരെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കി, ഉമ്മാരെ തുണിയില്ലാത്ത പിക്ചർ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കി. ഷാജി സ്ഥിരം ഈ 5 മക്കളാണ്, എത്തിയും കുട്ടികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഷാജിദ ഈ വരുമാനം ഉണ്ടാക്കുന്നത്. ഈ ഒരുപാട് പേര് ഇതുപോലെ അങ്ങ് അയച്ചു കൊടുക്കുന്നവരുണ്ട്, പണമായിട്ടായിരുന്നാലും സ്വർണ്ണമായിട്ടായിരുന്നാലും. മുമ്പ് ഒരുപാട് പേരെന്ന് ഷാജിദ മേടിച്ചായിരുന്നു. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞ് വാങ്ങിച്ചതുകൊണ്ട്, എന്നിട്ട് അവന്മാരെ പറ്റിച്ചതുകൊണ്ട്, ഇങ്ങനെയൊക്കെ ഷാജിദ ചെയ്യുന്നുണ്ട്. ഷാജിദ എല്ലാം ഈ 5 മക്കളെ കാണിച്ചിട്ടാണ് ഷാജിദ ഉണ്ടാക്കണത്. വീടിൻ്റെ കാര്യം പറഞ്ഞും കുറേ ഉണ്ടാക്കി, എന്നിട്ട് ഇതുവരെ വീടും ആയില്ല, വീട് പണി പൂർത്തിയായില്ല, വീട് മേടിച്ചതുമില്ല, പെരേട വാങ്ങിച്ചതുമില്ല, ഒന്നുമില്ല. മൊത്തത്തിൽ ഉഡായിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഷാജിദ ഷാജിയുടെ പ്രവൃത്തി.